പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാണുന്നത് തകഴി ഗ്രാമപഞ്ചായത്താണ്. ഈ കാണുന്നത് ഇവിടെ നീണ്ട 10 വർഷക്കാലമായി CPM ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഇവിടുത്തെ ജനവിധി തേടുന്ന ദിവസമാണ്. നമുക്ക് അടുത്തുള്ള ബൂത്തിലേക്കൊന്ന് പോകാം. ഇവിടെ ശക്തമായ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനസാഗരമാണ്. ഈ പഞ്ചായത്തിലെ കെടുകാര്യസ്ഥത എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. നമുക്ക് ഒരു പൊതുപ്രവർത്തകനോടൊന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. നമുക്കിവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടാ, ഇവിടുത്തെ ഈ ഗ്രാമപഞ്ചായത്ത് ഏകദേശം 10 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ എങ്ങനെയാണ് ഇവിടുത്തെ ഇവർ കയറിയ ശേഷം വികസനങ്ങളാണോ അതോ വികസന മുരടിപ്പുകളാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നൊന്ന് എങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ ഒരു പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അതിലുപരി കാർഷിക മേഖലയിലും മറ്റ് എല്ലാ മേഖലയിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ച് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകനാണ്. ഈ 10 ഞാൻ താമസിക്കുന്ന 2-ാം വാർഡിലാണ്. ഇവിടെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സുഹൃത്തിനെ കാണാൻ വന്നതാണ്. വികസനമായിട്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം ഒരു ചാനലിൻ്റെ വക്താവ് പറഞ്ഞു, അവതാരകൻ പറഞ്ഞു. ഞാനതിന് തയ്യാറായി. ഞാനെന്നാലും കൂടുതൽ തയ്യാറായിട്ടൊന്നുമല്ല വന്നത്. എന്നാലും വികസനത്തെക്കുറിച്ച് പറയാതിരിക്കാനൊക്കെയില്ല. ഞാൻ താമസിക്കുന്ന തകഴി പഞ്ചായത്ത് 2-ാം വാർഡ് 2 താലൂക്കുകളായി കിടക്കുന്ന ഒരു വാർഡാണ്. അമ്പലപ്പുഴ താലൂക്കും കുട്ടനാട് താലൂക്കും ആവശ്യം കിടക്കുന്ന ഒരു വാർഡാണ് 2-ാം വാർഡ്. 40 വർഷമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ഈ 40 വർഷമായിട്ടും ഇന്ന് വരെ ഒരു വികസനവും സഞ്ചാരയോഗ്യമായ ഒരു റോഡോ പാതയോ ഇല്ലാത്തൊരു പ്രദേശമാണ് തകഴി പഞ്ചായത്ത് 2-ാം വാർഡ്. കാരണം ഇപ്പം 2-ാം വാർഡിലെ ഇലക്ഷനിലെ പോളിംഗ് ബൂത്ത് ഇവിടുന്ന് ഒരു 500 മീറ്റർ അങ്ങോട്ട് പോയാൽ കാണുന്ന ഒരു സ്ഥലത്താണ്. തടവും കുഴിയില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം, ഒരു 10 അടി സ്ഥലം പോലും റോഡിൽ കുഴിയില്ലാത്ത സ്ഥലം ഇല്ല. നടന്നു പോകാനൊക്കാത്ത ഒരു അവസ്ഥയിലാണ് 2-ാം വാർഡിലെ മിക്ക റോഡുകളുടെ അവസ്ഥ. അതുപോലെ തന്നെ തകഴി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കാർഷിക മേഖലയായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് പോകുന്ന ഒരാളാണ് ഞാൻ. തെക്കിനിക്കാട് മുതൽ ഇങ്ങോട്ട് പച്ചപ്പള്ളിയുടെ ആശുപത്രിയുടെ തെക്കോശം മുതൽ തകഴി പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളായിട്ട് പോകുമ്പോൾ ഒരൊറ്റ റോഡ് പോലും ഈ പഞ്ചായത്തിൽ സഞ്ചാരമായ റോഡ് കാണാനില്ല. കാരണം ഏത് വികസനം വന്നാലും എതിർക്കുന്ന ആൾക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും. ഏത് വികസനം വന്നിട്ടുണ്ടോ അതെല്ലാം സന്ദേഹമാക്കി മാറ്റിയിട്ട് കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചിലവാക്കിയിട്ട് എന്തിനാ ഹരിജൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ദിവസം ഗ്രാൻഡ് പോലും വകമാറ്റി PWDക്ക് കൊടുക്കുന്നതാണ് പറയുന്നത്. അതുപോലും വകമാറ്റി ചിലവാക്കി ഹരിജൻ കുട്ടികൾക്ക് പഠിക്കാൻ പോലും ഒക്കുന്ന സാഹചര്യം ഒരുക്കാത്തൊരു സർക്കാരാണിത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് വികസനമാണ് ഈ നാടിൻ്റെ ആവശ്യം. വികസനം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും. അപ്പൊ പൊതുവെ അപ്പം തകഴി ഗ്രാമപഞ്ചായത്തിലെ വികസനം വളരെ മുരടിപ്പാണെന്നാണ് താങ്കൾ പറയുന്നത്. വികസനത്തിന്റെ ഭാഗമാണല്ലോ സഞ്ചാരം. അതുപോലെ തന്നെ കുടിവെള്ളം ഇന്നും കിട്ടാത്ത എത്രയോ വീടുകളും എത്രയോ സ്ഥലങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും വള്ളത്തിന് സഹായമില്ല, പോകാനോ അക്കരെ ഇറങ്ങാനൊക്കാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ പൂക്കൈതയാറിന്റെ തീരത്ത് 2-ാം വാർഡ് വടക്കേ അറ്റമാണത്. അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതി എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തിട്ടില്ലേ? അത് അവരുടെ പിണറായി ഇടതുപക്ഷ സർക്കാരിന്റെ വകയാണെന്നും പറഞ്ഞ് അടുത്ത കാലത്ത് പൈപ്പ് എല്ലാ സ്ഥലത്തും കൊണ്ട് ഇട്ടിട്ടുണ്ട്. കുറെ പൈപ്പ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്താണ്. കാരണം അത് ജനങ്ങളെ പറ്റിച്ച് വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടിയാണ്. ഒരു ഒറ്റ വീട്ടിലും വെള്ളം കിട്ടിയിട്ടില്ല. ഞാൻ 2009 വാട്ടർ കണക്ഷൻ എടുത്തിട്ട് ഒരു കൺസ്യൂമറാണ് ഞാൻ. എൻ്റെ കൺസ്യൂമർ നമ്പർ 1396 എന്നുള്ളതാണ് എൻ്റെ കൺസ്യൂമർ. ഇന്ന് വരെ നല്ല ജലം, തെളിഞ്ഞ ജലം ഒരു 10 ദിവസം പോലും എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 10 ദിവസം കിട്ടിയാൽ 14 ദിവസം കലക്കവെള്ളമായിരുന്നു. ഇതുപോലുള്ളൊരു അവസ്ഥയാണ് ഇന്ന് തകഴി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെ അവർ വീണ്ടും ജയിക്കാൻ സാധ്യതയുണ്ടോ? വീണ്ടും ജയിക്കുക എന്ന് പറഞ്ഞാൽ അവർ
അവർക്ക് സ്വന്തം നാട് നന്നാക്കണമെന്നോ അവർക്ക് വീട് നന്നാകണം, നാടല്ല അവർക്ക് നന്നാകണം. ശരി 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 ശരി. ഓരോ പഞ്ചായത്ത് മെമ്പറും അവരുടെ നാടിനേക്കാൾ നോക്കുന്ന വീട് നന്നാകാനാണ്. ശരി. ആ വീട് നന്നാകാൻ വേണ്ടിയുള്ള ഒരു ആ ഭരണപ്പാച്ചിലാണ് ഇന്നും. കാരണം 40 വർഷമായിട്ട് ഈ 2ാം വാർഡ് 1985 മുതൽ കൃത്യമായിട്ട് എനിക്ക് കണക്കറിയാവുന്നത് ഞാൻ പറയുകയാണ്. LDFിൻ്റെ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടില്ല. ഇന്നും ഈ 40 വർഷം ഭരിച്ച പഞ്ചായത്തിലേക്ക് നിങ്ങൾ ഈ ചാനൽ നിങ്ങളിപ്പോൾ അവരോട്ട് ഇരുന്നാൽ ഫോട്ടോ എടുക്കാൻ കഴിയും.